കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മിക യാത്ര എന്ന ടൈറ്റിലിൽ നമ്മൾ തുടർമാനമായിട്ട് പഠിക്കുന്ന ദൈവവചന ചിന്തകളുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബ് വാഗ്ദത്ത സന്തതിയാണെങ്കിലും ദൈവമായി ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്ത വ്യക്തിയായിരുന്നു. അവൻ ഈ ലോകത്തിൻ്റെ എല്ലാ ചതിവും വഞ്ചനയും തൻ്റെ ജീവിതത്തിൽ നിറപടിയായിട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവം അവനെ തള്ളിക്കളയാതെ അവൻ ബേർഷേബയിലേക്കുള്ള യാത്രയിൽ തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ബേർഷേബ മരുഭൂമിയിൽ വെച്ച് പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അസ്തമിച്ചതല്ല, ദൈവം അവനെ അവിടെ വെച്ച്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാൻ പറ്റിയത് ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന് നടുവിൽ ആത്മഹത്യയ്ക്ക് പരിശ്രമിച്ച സമയത്ത് ഒരു ദൈവദാസൻ്റെ ഒരു ട്രാക്ട് തന്നായിരിക്കാം. ഇതുപോലൊരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവം യാക്കോബിനോട് ഒരു വ്യക്തിപരമായ ഇടപെടലിനുള്ള സ്ഥലം തിരയുകയായിരുന്നു. അവിടെ വെച്ച് അവനെ ഒറ്റയ്ക്ക് കിട്ടി. അവിടെ വെച്ച് ദൈവം തമ്പുരാൻ അവനോട് ഇടപെടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ദൈവത്തിന് സ്തോത്രം. നമ്മൾ കാണുന്നത് അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ മടങ്ങി വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന് 28-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് ചെന്നു. അവിടെ വെച്ചൊരു ദർശനം കണ്ടു. ആ ദർശനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്, അപ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു പോയി. നിങ്ങൾ നോക്കിക്കേ, യാക്കോബ് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ കണ്ട ദർശനമാണെങ്കിലും യാക്കോബിന് ആ ദർശനത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ഭയങ്കരമായ ദൈവ സാന്നിധ്യം. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്തെ തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ പിടിച്ചു. കണ്ടോ, ബേഥേൽ, ദൈവ സാന്നിധ്യമുള്ള സ്ഥലം, ദൈവത്തിൻ്റെ ആലയമുള്ള സ്ഥലം. ബേഥേൽ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം. നിങ്ങൾ ഒരിക്കലും ഗിൽഗാലിൽ നിൽക്കരുത്. ഗിൽഗാലിൽ നിങ്ങൾ ബേഥേലിലേക്ക് യാത്ര ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കേണ്ടത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു ട്രഡീഷണൽ വർഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, ബാർഷമ ഹത്തൽ ജനാധര, ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾ സത്യത്തിനും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. നിങ്ങളെ ആരാധിക്കുന്ന ഒരു മലയിലേക്കാണ് ദൈവം കൊണ്ടുപോകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബ് പറയുക, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഹല്ലേലൂയ. അവിടെ വെച്ച് യാക്കോബ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയിണയെ വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ബേഥേൽ, നിങ്ങൾക്ക് ദൈവമായി ഇതുപോലെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമില്ല. ബേഥേൽ, ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എ വോ വിത്ത് ഗാഡ്. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. 5 കൂട്ടം കാര്യങ്ങൾ യാക്കോബ് ദൈവത്തോട് പറയുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, യാക്കോബ് ദൈവത്തിന് കൊടുക്കാമെന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഞാൻ തൂണാക്കി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. ഞാൻ നിനക്കൊരു ആലയം പണിയും. നീ എനിക്ക് തരുന്ന സകലത്തിന് ഞാൻ ദശാംശം തരും. നീ എനിക്ക് ദൈവമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. 3 കാര്യങ്ങൾ ഞാൻ ചെയ്യാം. 5 കാര്യം നീ എനിക്ക് ചെയ്താൽ. യാക്കോബിൻ്റെ ടെക്നോളജി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? യാക്കോബ് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അത്രയ്ക്ക് കാർണലായൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ദൈവം ബേഥേലിൽ കൊണ്ടുവന്ന് ടൈം ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം.
ഇന്ന് പകൽ ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ദൈവമായി ഇതുപോലെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കവനൻറ്റ്. യഹോവ എന്ന നാമത്തിൻ്റെ അർത്ഥം കവനൻറ്റ് ഗോഡ് എന്നാണ്, ഉടമ്പടിയുടെ ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? ദൈവമായി നിങ്ങളൊരു പ്രതിഷ്ഠ യിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തോട് ദൈവമേ നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ നിന്നെ സേവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്കൊരു മരണകരമായ രോഗം വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരെ മരണകരമായ രോഗം എന്ന് പ്രാർത്ഥിക്കാൻ ഈ രോഗം സൗഖ്യ കർത്താവിൻ്റെ ദാസനെ ഞാൻ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ പൊടി പോലും പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, യാക്കോബ് അത്തരക്കാരനായിരുന്നില്ല കേട്ടോ. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അത് പാലിക്കാൻ വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനാണ്. ദൈവം 10 അനുഗ്രഹങ്ങളാണ് പ്രൊനൗൺസ് ചെയ്തത്. 10 അനുഗ്രഹങ്ങളും ദൈവം യാക്കോബിന് കൊടുത്തു. എന്നാൽ സാത്താൻ നോക്കി നടക്കുന്നത് നിങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങൾ ദൈവമായൊരു പ്രതിഷ്ഠയിലേക്ക് വന്നിട്ട്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഞാൻ സുവിശേഷ വേലയ്ക്ക് പൊയ്ക്കൊള്ളാം കർത്താവേ എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിൽപ്പെട്ട് മടങ്ങിപ്പോയ ഒത്തിരി പേര് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സാത്താൻ നോക്കി നടക്കുന്നത് കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള പ്രിയരെ, നിങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്ന് സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതിന് നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. നാം തയ്യാറായിരിക്കണം. കർത്താവെ, നിന്നോടൊരു ഉടമ്പടി ചെയ്താൽ ഞാനത് പാലിക്കും. ബേഥേൽ നിങ്ങൾ ദൈവത്തെ കർത്താവായി റെക്കഗ്നൈസ് ചെയ്യുന്ന സ്ഥലമാണ്. ദൈവം ആരാണെന്നറിയാത്ത യാക്കോബ് ദൈവത്തെ റെക്കഗ്നൈസ് ചെയ്ത സ്ഥലമാണ്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ റെക്കഗ്നൈസ് ചെയ്യണം. ദൈവ സാന്നിധ്യം റെക്കഗ്നൈസ് ചെയ്യുന്ന സ്ഥലം. 2, നിങ്ങൾ കർത്താവുമായി ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ്. 3, അവൻ്റെ ആലയവുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു. ഞാൻ അവന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ആലയത്തിന് വേണ്ടി പ്രവർത്തിക്കും. ദാവീദ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനെ കുറിച്ചൊരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് ദിനവൃത്താന്ത പുസ്തകം 1 Chronicles chapter 17 verse 1 പറയുന്നത്, ദാവീദ് തൻ്റെ അരമനിൽ വസിച്ചിരിക്കുന്ന കാലത്ത് ഒരു നാൾ ദാഥാൻ പ്രവാചകനോട്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീല കീഴിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദാവീദിനെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിനൊരു ആലയം ഉണ്ടാകണം. ദൈവത്തിനൊരു ആലയം ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹം ദാവീദിന് വരാൻ കാരണം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു പായ് വിരിക്കുന്നത് പോലും ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ ഒരുപക്ഷെ പാട്ടുപാടുകാനായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാനായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കാം, ഒരുപക്ഷെ ഒരാളെ വാഹനത്തിൽ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുപോകാനായിരിക്കും. ഈ ശുശ്രൂഷ ചെയ്താൽ ദൈവം നിങ്ങളെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവായപ്പോൾ ദാവീദിന് ആ ഭാഗ്യം കിട്ടി. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം മരുഭൂമിയിൽ കിടക്കാൻ പാടില്ല. പക്ഷേ നാഥാൻ പറഞ്ഞു, നിൻ്റെ കൈ ശുദ്ധമല്ലാത്തതുകൊണ്ട് നിനക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല, നിൻ്റെ മകൻ ശലോമോൻ അത് ചെയ്യും. എങ്കിലും ദാവീദ് അതിനുള്ള മുഴുവൻ വട്ടം കൂട്ടി. പക്ഷേ ദൈവം പറഞ്ഞൊരു ഉടമ്പടിയുണ്ട്, നീ അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ട് നിനക്ക് ഞാനൊരു ഭവനം ചമച്ചു തരും. നിങ്ങൾ പ്രിയരെ, ഒരു മനുഷ്യന് ദൈവം ഒരു ആലയം, ഒരു വീട് പണിത് കൊടുത്ത ഒറ്റ വ്യക്തിയുള്ളൂ, അത് ദാവീദാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 132 സങ്കീർത്തനത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവത്തോട് ചെയ്യുന്നൊരു ഉടമ്പടി നിങ്ങൾ കാണണം. അവൻ യഹോവയോട് സത്യം ചെയ്തു. യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കില്ല. ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് കണ്ടോ ആ അഭിഷിക്തൻ്റെ? കർത്താവേ, നിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് വരെ നീ എനിക്ക് പണിതുന്ന എൻ്റെ ആലയത്തിൽ ഞാൻ കടക്കത്തില്ല, ഞാൻ എൻ്റെ കട്ടിൽ കിടന്നുറങ്ങത്തില്ല. ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയുവോളം വളരെ വിശ്വസ്തനായി നിന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള ഉടമ്പടി, ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ഉടമ്പടി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡുമായി കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.